ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഉപ്പുമാവാണേ. പഴയ കാലങ്ങളിലൊക്കെ മേസും കൊണ്ട് ചെയ്ത ഉപ്പുമാവ്. നമുക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ 2-3 ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ. ഇഞ്ചി, സവോള, കരിയാപ്പില ഇത്ര നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഫ്ലവറോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു മെയ്സ് പൊടിയാണ്. ഇത് കണ്ടപ്പോഴേ ഞാൻ എടുത്തത്. എന്നാന്ന് ചോദിച്ചാൽ ഇത് പഴയ കാലത്തൊക്കെ നമ്മൾ കഴിച്ച ഒരു രുചി ഓർത്തെടുത്തതാണേ. അപ്പം നമുക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തെന്നാ നമുക്ക് പിള്ളേർക്ക് കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്ത് എടുത്തതാണ്. അപ്പം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. തരിതരിയായിട്ടുള്ളത് അതാ ഇങ്ങനെ ഇത്രയും വെള്ളം വെച്ചിരുന്നത്. ഇച്ചിരി വേവുള്ളതാണ്. അപ്പം നമ്മൾ ഒന്ന് അടച്ച് വെക്കണം. നല്ല നേരത്തെയൊക്കെ സ്കൂളിലൊക്കെ കുഞ്ഞിലെ തേക്കലയ്ക്കകത്ത് ഉപ്പുമാവ് കിട്ടുന്ന ഒരു ഓർമ്മയിൽ നമ്മൾ മേടിച്ചതാണ്. അല്ലോ ഇത് ഇങ്ങനെ വന്ന് വരുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ. നമ്മൾ സിമ്പിളാണ് ഇത്. നല്ലൊരു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുവേ. ഇങ്ങനെയൊക്കെയൊന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ 4 മണിക്കേ ഒന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട്. പഴവോ കറിയോ ഒന്നും വേണ്ട. ചുമ്മാ വാരി തിന്നാവേ ആകണം. അപ്പം നമ്മൾ ഉപ്പുമാവ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് അടച്ചും കൂടെ വെച്ചാൽ ഇച്ചിരി കൂടെ തരിയൊക്കെ ഉണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് വെന്ത് കിട്ടും. എന്നാൽ നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. നമ്മുടെ ഉപ്പുമാവിനകത്ത് ചെറിയൊരു ടിപ്പും കൂടെ ചെയ്യുവാണേ. തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു പിള്ളേർക്കൊക്കെ തിന്നാനൊരു രസമായിക്കോട്ടെ എന്ന് ഓർത്താ തേങ്ങ ഇടുന്നേ. കണ്ട നല്ല ഭംഗിയായിട്ട് പിന്നെ രസമല്ലേ, കഴിക്കാനൊക്കെ തോന്നും. പിള്ളേർക്കാണേലും കഴിക്കാനൊക്കെ തോന്നും. ഈ കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുവേ. കുഞ്ഞു പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കാം നമുക്ക്. നേരത്തെയൊക്കെ പോലെ തന്നെ. അന്നൊന്നും തേങ്ങ ഒന്നും ഇടുകയല്ല. ചുമ്മാ എണ്ണയ്ക്കകത്ത് ഇച്ചിരി വറ്റൽമുളകിനകത്ത് ഇഞ്ചി ഇട്ട്. അത് എന്നാ സാധാന്നറിയോ? നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി കളറുമാണ്. നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ പറ്റും. 1/2 കിലോയുടെ മേടിച്ചുണ്ടാക്കിയാൽ മതി. അപ്പം നമ്മൾ കഴിക്കാൻ തുടങ്ങട്ടെ. ഒന്ന് തിന്ന് നോക്കട്ടെ. നല്ല രുചിയാണ്. ഇതെല്ലാവരും ഇങ്ങനെ റവ പോലെ ഇരിക്കും. നല്ലൊരു രുചിയാണ്. ഈ വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെ, പറ്റലമുളകിൻ്റെ, കരിയാപ്പിലയുടെ ഒക്കെ ഫ്ലേവർ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല രുചിയാണ്. പഴമൊക്കെ മേടിച്ച് വെച്ചാൽ ഞാൻ എടുക്കണമെന്ന് ഓർത്ത് പഴം കൂട്ടി കഴിക്കാം. പക്ഷെ പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി കാണുന്നത്. ബൈ ബൈ.